UDF-ൽ സീറ്റ് ചർച്ച നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നാളെ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. CMP, RSP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിലും UDF-ൽ തീരുമാനം വൈകുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നതിനാൽ സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ആദ്യ പട്ടിക കൈമാറില്ല. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഇക്കാര്യം നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യം. നാളെ ഡൽഹിയിലെത്തുന്ന കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളുമായി ചർച്ചകൾ നടത്തും. തമിഴ്നാട്ടിൽ DMK ആണോ TVK ആണോ ഒപ്പം കൂട്ടണമെന്നതിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം തുടരുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ കോങ്ങാട് അടക്കമുള്ള സീറ്റുകൾ വച്ചുമാറുന്നതിലും തീരുമാനം ഉടൻ വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. അതേസമയം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിൽ തീരുമാനം വേഗത്തിലാക്കണമെന്ന് CMP, RSP പാർട്ടികൾ ആവശ്യപ്പെട്ടു. 3 ദിവസം കൊണ്ട് തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് മറുപടി. UDF-ൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നില്ലെന്ന പരാതിയും CMPക്കുണ്ട്. ജാഥ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പേ UDF-ന്റെ ചർച്ചകൾ തീരും എന്ന് പറഞ്ഞതാണ്. അത് തീർന്നില്ല. VD സതീശൻ നേരിട്ട് ജനങ്ങളോട് പറഞ്ഞതാണ് CMPക്ക് 2 സീറ്റ് ഉണ്ടാവും, 1-ൽ കൂടുതൽ MLA-മാരുണ്ടാവും. നാളെ തന്നെ തീർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത്. അതേസമയം 40 സീറ്റുകളുടെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയെങ്കിലും നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറണ്ടെന്നാണ് തീരുമാനം. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനം നീളാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് കോൺഗ്രസ് നീക്കം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.